ഒരു രക്ഷയില്ലല്ലോ സത്യശീലൻ സാറേ, തീരുമാനങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല എന്നാ പറയണേ. എന്റെ മൊയ്തു സാറേ, എനിക്ക് ടെൻഷൻ അടിച്ച് നിൽക്കാൻ വയ്യ. അതാ സമയം 3:30. നിങ്ങൾ എവിടേക്കെങ്കിലും ഒന്ന് വിളിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മള് വേറൊരു ചങ്ങായിട്ട് ഒരു ബഷീർ സെക്രട്ടേറിയറ്റിന്റെ അടുത്താ ഓനിന്ന് വിളിക്കും. ഓന് ഈ മന്ത്രിമാര് മുതൽ പിയൂൺ വരെ ഉള്ള ആൾക്കാർ സാമ്പത്തിക ഇടപാടുള്ള ഒരാളാ. എന്നാ നിങ്ങൾ അയാളെന്ന് വിളിക്ക്. ഒരുപാട് VIP കയ്യിൽ ഇരുന്നിട്ടാണ്. എന്റെ മൊയ്തു സാറേ, നിങ്ങൾ ഭയങ്കര സംഭവം തന്നെ. ആളൊക്കെ നമ്മളെ കൈമലുണ്ട്. ഹലോ, അസ്സലാം വലൈക്കും. ബഷീർക്കല്ലേ? അല്ല, സെക്രട്ടേറിയറ്റിന് മുന്നിൽ തട്ടുകട നടത്തുന്ന ബഷീർക്കല്ലേ? വലിയ പിടിപാടാ. ബഷീർക്ക് അത് നമ്മളാണ്. നമ്മളെ കദളിപ്പറമ്പിൽ ഉസ്മാന്റെ മോളെ പുയ്യാപ്പിള. കദളിപ്പറമ്പിൽ ഉസ്മാന്റെ ഇളയ മോള് ആയിഷന്റെ പുയ്യാപ്പിളേ. നമ്മൾ പൊന്നാനിയിൽ ഒരു നിക്കാഹിനാ പരിചയപ്പെട്ടിനെ, ഓർമ്മല്ലേ? ആ അത് തന്നെ. ഞാൻ വിളിച്ചതേ, അവിടെ മന്ത്രിസഭ കൂടുണ്ടല്ലോ പോലെ എന്തെങ്കിലും തീരുമാനം എന്തെങ്കിലും അറിഞ്ഞിക്കണോ നിങ്ങൾ? അല്ല, അതല്ല, ഈ പെൻഷൻ പ്രായം കൂട്ടുന്നതിൻ്റെ എന്തെങ്കിലും വിവരം കിട്ടിക്കണം. അതെന്താ അറിയോ ബഷീറേ, ഇവിടെ നമ്മളെ ഓഫീസിലേ ഒരു സാറ് നിന്ന് റിട്ടയർ ആവാൻ നിൽക്കുക. അപ്പോൾ ഇത് വിവരം അറിഞ്ഞു കഴിഞ്ഞാലേ ഞങ്ങളിവിടെ ഒരു സെൻഡ് ഓഫ് കൊടുക്കണ്ട, ആ പൈസ ഇട്ട് ലാഭിക്കാലോ വെച്ചിട്ടാ. അപ്പം എന്തെങ്കിലും വിവരം കിട്ടിയ ഒരു അരമണിക്കൂർ കൊണ്ട് ഇങ്ങോട്ട് അറിയിക്കും കേട്ടോ. വലിയ ഉപകാരമാവും. ആയിക്കോട്ടെ, ഓൻ വിളിക്കും. തട്ടുകടക്കാരനെ വിളിച്ചിട്ടാ കാര്യം തിരക്കണല്ലേ? അത് ശരി. മന്ത്രിമാരും MLA-മാരൊക്കെ ആ തട്ടുകടയിൽ എന്തിനാ പരിപ്പടിയും ചായ കുടിക്കല്? പെൻഷൻ പ്രായം കൂട്ടല്ലേ ദൈവമേ. എന്ത് പ്രാർത്ഥനയാ ലോലിത? നല്ലൊരു കാര്യം നടക്കാനിരിക്കുമ്പോ തിരിച്ചു പ്രാർത്ഥിക്കുന്നോ കഴുത? പെൻഷൻ പ്രായം കൂട്ടിയാലേ എനിക്ക് രണ്ടുണ്ട് നഷ്ടങ്ങൾ. ഒന്ന്, എന്റെ അനിയന്റെ നിയമനം നടക്കൂല, LDC ലിസ്റ്റിലുള്ളതാ. പിന്നെ എന്റെ പ്രൊമോഷൻ വെള്ളത്തിലാവും. കൂട്ടല്ലേ ദൈവമേ, കൂട്ടല്ലേ. വല്ലാത്തൊരു മനസ്സാണ് മോനെ എന്റേത്. എടോ, 4.5 ലക്ഷം വരുന്ന ജനസമൂഹത്തിന്റെ വർഷങ്ങളായിട്ടുള്ള പ്രാർത്ഥനയാണ് പെൻഷൻ പ്രായം 60 ആക്കുക എന്നുള്ളത്. പെൻഷൻ ആവാൻ പോകുന്ന മനുഷ്യന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കുന്നില്ല. എങ്ങനെ മനസ്സിലാവും? എന്റെ ഒരു അനിയന്റെ പീറ ജോലിന്റെ മുന്നിൽ ഇത് അടിയറവ് വെക്കണം നമ്മള്. എന്റെ അനിയന് മാത്രം പീറ ജോലി. ഇങ്ങനെ കോടാലിയാവല്ല മോനെ. അങ്ങനെ പറയല്ലേ. നിന്നെയൊക്കെ കരിങ്കാലി പട്ടിയിൽ ഉൾപ്പെടുത്തി സദാചാര പോലീസിന് എറിഞ്ഞു കൊടുക്കണം. ലോലിത, ഈ ഇരിക്കുന്ന കൊമ്പ് മുറിക്കരുത് കേട്ടാ. ഓ മുറിക്കൂ, ഓൻ അമ്മാരിയാ വിത്ത്. അത് പ്രായം അത്രയല്ലേ ഉള്ളൂ, അതിന്റെയാണ്. ഇങ്ങോട്ട് വരി. അത് ഇങ്ങോട്ടല്ല അവര് വന്നു, പിന്നെ അങ്ങോട്ട് വിളിക്കണ എന്തിനാണ്? ഇവിടെ വന്നാലും പറഞ്ഞു കൊടുക്ക. ഇങ്ങോട്ട് വരി. ഇവിടെ വന്നാലും പറഞ്ഞു കൊടുത്തു. ഇവിടെ കിടന്ന കസേര എടുത്ത് അങ്ങോട്ട് വരി പെണ്ണുങ്ങൾ, ഇങ്ങോട്ട് വരി. കസേര എടുത്ത് ഇങ്ങോട്ടിരിക്കും. ഞാൻ പറഞ്ഞുതരാം. ഇങ്ങോട്ട് ചെറുപ്പക്കാരൻ്റെ നടക്കുള്ളൂ. എന്താ പേര്? മണ്ടോദരി. ഒരു സ്വപ്ന മഞ്ചലിലേറി. എന്ത് പണിയാലോ ഇതാ നീ കാണിച്ചത്? ഞാൻ അവരെ സഹായിക്കുമായിരുന്നല്ലോ. അത് ഞാൻ സഹായിച്ചോണ്ടിരിക്കുകയല്ലേ. ഇതാ, നിങ്ങൾക്ക് സഹായിക്കണമെങ്കിലേ ഒരു പാവപ്പെട്ട മനുഷ്യനെ പറഞ്ഞത് അങ്ങോട്ട് ചെല്ലി മുപ്പരം സഹായിച്ചോട്ടെ. നമസ്കാരം. ഈ പെൻഷൻ കൊടുക്കുന്ന സാർ എവിടെയാണ് സാർ? ആ പരോപകാരി സാറിന്റെ അടുത്തേക്ക് ചെന്നാൽ മതി, എല്ലാം ശരിയാക്കി തരും. അതാണോ സാർ? അങ്ങോട്ട് ചെല്ലും. അതെന്ത് പണിയാ നേരപ്പാ കാണിച്ചേ? ഞാൻ ഒരു കേസ് അറ്റൻഡ് ചെയ്തോണ്ടിരിക്കുന്ന കണ്ടില്ലേ? എല്ലാം കൂടെ എന്റെ തലത്തിനെ കൊണ്ട് കെട്ടിവെച്ച എന്ത് ചെയ്യും? നമ്മൾ ഒരേ രീതിയിൽ ശമ്പളം വാങ്ങിക്കുന്ന ആൾക്കാരില്ലേ സാർ? ഒന്ന് പുറത്തേക്ക് പിന്നീട് വിളിക്കാം. പറയൂ. ഇവിടെ തന്നോടല്ലേ പറഞ്ഞ പുറത്തേക്ക് നിൽക്കാൻ? സാറേ, എന്നെ ഒന്ന് സഹായിക്കണം സാറേ. അതിനെ തന്നോടല്ലേ പറഞ്ഞ പുറത്തേക്ക് നിൽക്കാൻ? ഇതൊരു സർക്കാർ സ്ഥാപനമാണ്. ഔദ്യോഗിക കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്തിയുള്ള ശിക്ഷ എന്താണെന്ന് എനിക്കറിയോ. ഒരു ഫോൺ കോൾ ചെയ്താൽ മതി, അവരിങ്ങ് വരും, പോലീസ് എല്ലാം വന്ന് പിടിച്ചോണ്ട് പോകും. പുറത്തേക്ക് പറയൂ. ലോലിതോ, എന്തോ? ഇതൊരു സർക്കാർ ഓഫീസാണ്, ആളുകൾ തെറ്റിദ്ധരിക്കും. ആളുകൾക്ക് മാത്രമല്ല, ഞമ്മക്കും ചില തെറ്റിദ്ധാരണയൊക്കെ തോന്നി തുടങ്ങിക്കണം. മണ്ടു പറയൂ, എന്താ കാര്യം? വെള്ളപ്പൊക്കത്തിൽ എന്റെ കോഴിക്കൂട് ഒലിച്ചുപോയി. 4 കോഴികളും ചത്തു. ഇവിടെ വന്ന് അപേക്ഷ തന്നാ നഷ്ടപരിഹാരം പകരം കോഴികളെയും കിട്ടുന്ന കേട്ടെ, അതുകൊണ്ട് വന്നതാ. അല്ല, എന്താ പേരെന്താണ്? മണ്ടോദരി. അല്ല മണ്ടോദരിയെ, ഈ വെള്ളപ്പൊക്കമൊക്കെ വന്നിട്ട് 5-6 മാസമായല്ലോ, വെള്ളം പറ്റിയിട്ട് ഇതുവരെ കോയിന് കിട്ടിയില്ല. അത് ഒലിച്ചങ്ങ് കടലിലെത്തിന്നാ തോന്നുന്നത്. എന്നിട്ട് എന്റെ അപേക്ഷയ്ക്ക് എത്ര വൈകിയത്? അത് ഇന്നലെ ഞാൻ അറിഞ്ഞ. അപ്പുറത്തെ വീട്ടിലെ ജാനകിയുടെ പാത്രം ഒഴുകി പോയിട്ട് ഇവിടുന്ന് 2200 രൂപ നഷ്ടപരിഹാരം കിട്ടിയെന്ന്. അതുകൊണ്ടാ ഞാൻ ഇന്ന് വന്നേ. അടുത്ത ആഴ്ച ഒരു വെള്ളപ്പൊക്കം ഉണ്ട്, അത് കഴിഞ്ഞിട്ട് അപേക്ഷിച്ചാ പോരെ? എന്നാ പിന്നെ നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് അങ്ങ് അറ്റൻഡ് ചെയ്യും കേസ്. ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്, എന്റെ അടുത്ത് വരുന്ന കേസ് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ അറിയാം. നായരപ്പോ കിണിക്കല്ലേ, എന്റെ വകയിലൊരു അമ്മാവനാ മന്ത്രിയുടെ PA. കാസർഗോഡ് ഒരു ഒഴിവുള്ള അറിയാലോ. മറിമായം